ഫാം ആത്മയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഫ്ലോറി വില്ലേജ് എന്ന പദ്ധതി പ്രകാരം പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ശ്രീമതി മുംതാസ് നടത്തിവരുന്ന ഓർക്കിഡ് നഴ്സറിയെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. തൻ്റെ സ്വന്തം കഴിവിനാലും ഓർക്കിഡുകളോടുള്ള അടങ്ങാത്ത അഭിനിവേശത്താലും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് മുംതാസ് ഈ വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. ആവശ്യമുള്ളവർക്കെല്ലാം വളരെ മിതമായ നിരക്കിൽ ഈ കർഷകയുടെ ഓർക്കിഡ് നഴ്സറിയിൽ നിന്നും ഓർക്കിഡ് ചെടികൾ ലഭ്യമാണ്. പെരിന്തൽമണ്ണയിലെ തന്നെ ഏറ്റവും മികച്ച ഓർക്കിഡ് ഫാമായ മുംതാസ് ഓർക്കിഡിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. സെൻഡ്രോബിയം, ഓൺസിഡിയം, കാറ്റലിയ, മൊക്കാറ, ഫെലനോപ്സിസ് തുടങ്ങിയ 200ഓളം ഓർക്കിഡിന്റെ വെറൈറ്റികൾ ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഈ ഓർക്കിഡ് ഫാമിലൂടെ ഒന്ന് കണ്ണോടിക്കാം. നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ തന്നെ ഒരു മികച്ച ഓർക്കിഡ് കർഷകയാണ് നമ്മുടെ മുംതാസ്. അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ കീഴാറ്റൂർ പഞ്ചായത്തിലെ ഒരു ചെറിയ അവരുടെ വീട്ടിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഓർക്കിഡ് കൃഷിയിൽ നിന്ന് നമ്മുടെ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഇത്ര വലിയൊരു ഫാമിലേക്ക് ഓർക്കിഡ് പ്രൊഡക്ഷൻ സെയിൽ യൂണിറ്റിലേക്ക് അവർ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം 4 വർഷത്തോളം ഈ ഒരു ഓർക്കിഡ് കൃഷിയിൽ ഓർക്കിഡ് പോലുള്ള ഓർക്കിഡ് അതുപോലെ തന്നെ അലങ്കാര ചെടികളുടെ കൃഷിയിൽ പരിചയസമ്പന്നതയുള്ള ഒരാളാണ് നമ്മുടെ മുംതാസ്. അവരുടെ സ്വയം പ്രയത്നം കൊണ്ട് മാത്രമാണ് അവർ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മുടെ കൃഷിഭവന്റെ അല്ലെങ്കിൽ നമ്മുടെ കൃഷി വകുപ്പിന്റെ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന പോളി ഹൗസ് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പോളി ഹൗസിൽ നമുക്ക് ഏകദേശം ഒരു 60% സബ്സിഡിയിൽ നമ്മൾ ഇവർക്ക് നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ പ്ലാന്റിംഗ് മെറ്റീരിയലിൽ ഏകദേശം ഒരു 50% സബ്സിഡി നമുക്ക് ഇവർക്ക് ലഭ്യമാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അവരുടെ പ്രയത്നം കാരണമാണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന് ചെറിയ രീതിയിലുള്ള ധനസഹായങ്ങൾ മാത്രമാണ് നമുക്ക് നൽകാൻ പറ്റിയിട്ടുള്ളത്. ഓർക്കിഡിലെ ഒരു വെറൈറ്റി പോട്ട് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ പ്ലാന്റിൽ മെസാങ്കിലി എന്ന പ്ലാന്റാണിത്, ഫ്ലവറിങ് പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്ന മേഡ് എന്ന് പറഞ്ഞാൽ കരിയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഇത് നമുക്ക് തായ്ലാൻഡിൽ നിന്ന് വരുമ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും വരിക. ഈ പോട്ടിൽ ഇതുപോലെ ആയിരിക്കും, ചകിരിയിലായിരിക്കും വരിക. നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഫംഗസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ ഈ ചകിരി മാറ്റി കരിയിൽ മാത്രമാണ് ഇത് പോട്ട് ചെയ്യൽ. മീഡിയം വെറും കരിയായിരിക്കും. ഈ കരി നമ്മൾ വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് വെച്ച കരിയാണിത്. ഇനി ഇതിങ്ങനെ ഇതിന് ഇതാ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ലൂസായി ഇങ്ങോട്ട് പോരും. ഇനി കുറച്ച് വേരുകളൊക്കെ എന്തെങ്കിലും പൊട്ടിപ്പോയാലൊന്നും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡെഡായ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നല്ല കത്രി കൊണ്ട് അത് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കണം. പിന്നെ ഇതിന് വല്ല ചകിരിക്ക് വല്ല എന്തെങ്കിലുമൊക്കെ അഴുക്കോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി സാഫിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചകിരിയിലാവുമ്പോൾ നല്ല ഗ്രോത്താ, തണുപ്പ് നന്നായിട്ട് വേണം ഇതിന്, വെള്ളത്തിൻ്റെ കെയറിങ് നന്നായിട്ട് വേണം. ചകിരിയിലാണെങ്കിൽ ആ ഈർപ്പം നന്നായിട്ട് നിൽക്കും. എത്ര വേണമെങ്കിലും ഇതിൽ വളരും ചെയ്യും. മീഡിയം മാറ്റണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ വീട്ടിലെത്തിയാൽ നല്ല ചട്ടികളൊക്കെ, നല്ല ഡിസൈൻ നല്ല ചട്ടികൾ, പിന്നെ അതിങ്ങനെ ഈ കരികളും ഒക്കെ നല്ലോണം കഴുകി. ഞാൻ ചകിരി ഉപയോഗിക്കാറേ അല്ല. ചകിരി വേണ്ടവർക്ക് ചകിരി ഉപയോഗിക്കാം, ഓടിൻ്റെ പൊട്ടുകൾ ഉപയോഗിക്കാം, കുഴപ്പമില്ല. കരി കുറച്ച് ഈ ചട്ടിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിലിതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഈ മൂട് ഇത് മേലേക്ക് വരണം. ഇതിലാണ് പുതിയ കിക്കീസ്, ഇവിടെ നിന്നാണ് പൊട്ടി വരിക, താഴത്തു നിന്നല്ല വരിക. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഡിയം
ഇതുവരെയുള്ളൂ വരാൻ പറ്റുക. ഇതുവരെ ഇതിൻ്റെ മേൽഭാഗത്ത് വരാൻ പാടില്ല. ഇതിൻ്റെ മേൽഭാഗത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇത്ര മാത്രം ഇതുവരെ മീഡിയം കരിയാണെങ്കിൽ ഇതേപോലെ ആക്കി ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇപ്പം ഈ പോട്ടിൽ എങ്ങനെ ടൈറ്റ് ചെയ്തിട്ടല്ലേ ഈ പ്ലാന്റ് ഇരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ വലിയ പോട്ടാണെങ്കിൽ അതിൽ കരികൾ നിറച്ച് നല്ല ടൈറ്റ് ചെയ്ത് സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ കരിയിട്ട് എപ്പോഴും നല്ല ടൈറ്റായിട്ട് നിൽക്കണം. പോട്ട് ചെയ്ത് കഴിഞ്ഞൊരു കാരണവശാലും ഇതിങ്ങനെ ആടാനോ ഇതാവാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതിന് ഗ്രോത്ത് കുറവായിരിക്കും, ഗ്രോത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ഈ പ്ലാന്റ് ഇതിൻ്റെ ഈ സ്റ്റെമ്പൊക്കെ ഡ്രൈ ആയി പോകും. വാട്ടർ ശരിക്കും കിട്ടുന്ന വളർച്ചയ്ക്കും ആവശ്യമൊന്നും കിട്ടില്ല, ഡ്രൈ ആയി പോകും ഇതിൻ്റെ സ്റ്റെമ്പുകൾ. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുമ്മേ പുതിയ കിക്കീസുകൾ വരിക ചെയ്യുക, ഫ്ലവറൊന്നും വരില്ല. പുതിയ കിക്കീസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ പ്ലാന്റുമ്പോൾ പൊട്ടി പൊട്ടി വരും. ഫ്ലവറൊക്കെ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല വളമൊക്കെ അടിച്ചു കൊടുത്ത് നല്ല ടൈറ്റ് ചെയ്ത് നന്നായിട്ട് കെയർ ചെയ്യണം. പിന്നെ വളങ്ങൾ വിപണിയിൽ അവർ നിൽക്കണ അവിടുന്ന് എന്താ കിട്ടുക വെച്ചാൽ ആ വളങ്ങൾ കൊടുക്കുക. പിന്നെ ഓർഗാനിക് നന്നായിട്ട് കൊടുക്കുക. ചീമക്കൊന്ന, മുരിങ്ങ അതൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഓരോന്നും അതൊക്കെ നല്ല ഡയലൂട്ട് ചെയ്തിട്ട്, പച്ച ചാണകം അതൊക്കെ നല്ല അതിൻ്റെ തെളിയെടുത്ത് ഒരുപാട് ഡയലൂട്ട് ചെയ്യണം. ഒക്കെ വെള്ളത്തിൻ്റെ കളറാക്കണം. എന്നിട്ട് നന്നായിട്ട് അടിച്ചു കൊടുത്താൽ ഒക്കെ നല്ലതാണ്. ഏത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഇതിന് വേണ്ടത്. ചൂട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെ ആവശ്യമില്ല എന്നപ്പോൾ എനിക്ക് തോന്നുന്നത്. നല്ല ഗ്രോത്താണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പുതിയ ഫാമാണ്, നല്ല ഗ്രോത്താണ് ഇതിന്. പ്ലാന്റുകൾക്കൊക്കെ എല്ലാം മൊട്ട് വരുന്നുണ്ട്, ഒക്കെ ബ്ലൂമിങ് ആണ്. അപ്പോൾ വളം കൂടിയും ചെയ്തു കൊടുത്താൽ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ ചൂടാണ് ഇതിന് ആവശ്യം. ഡയറക്റ്റ് വെയിൽ തട്ടും ചെയ്യരുത്. ഡയറക്റ്റ് നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡ്രോബിയം ഈ വെറൈറ്റി പൂക്കും, പൂ വരും, പക്ഷെ ലീഫൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ചൂട് കിട്ടി കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. പിന്നെ നല്ല മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുള്ളിയും കുത്തും, ആകെ ഫംഗസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എപ്പോഴും നല്ല ആൻറ്റിബയോട്ടിക് പോലത്തെ മെഡിസിനൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണം. അടുത്തത് ഞാൻ പോട്ട് ചെയ്യണത് കാണിക്കുന്നത് ഫലനോപ്സിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡാമേജ് വരുന്ന പ്ലാന്റ് ആണ്. പക്ഷെ ഇതിന്റെ കെയറിങ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വളർത്താവുന്ന പ്ലാന്റും ആണ്. ഇതിന്റെ കെയറിങ് എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുമ്പോൾ ഈ കൂമ്പിലൊന്നും ആവാൻ പാടില്ല. ഞാൻ ഇതിന്ന് എടുക്കണത് ഇതിപ്പോ തൊണ്ടിന്റെ ഇതിലാണ്, കൊക്കോ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോ ഞാൻ അതിന്ന് എടുത്തു. ഇത് ഏതെടുത്തു കഴിഞ്ഞാലും ഒന്ന് സാഫിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഡെഡായ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണത് വളരെ നല്ലതാണ്. ഇനി ഇതിൽ ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ചെരിച്ച് വെക്കണം. പ്ലാന്റ് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കൂമ്പിൽ വെള്ളം നിൽക്കില്ല, ലീഫിന്റെ അടിയിലൊന്നും വെള്ളം നിൽക്കില്ല, ചെരിഞ്ഞു പോകുന്ന വെള്ളം. ചെടിയായിട്ട് പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂമ്പിലും ഇതിലൊക്കെ വെള്ളം നിന്ന് പെട്ടെന്ന് ഡാമേജ് വരും. അപ്പോൾ കഴിയുന്നത് ഇത് ചെരിച്ചിട്ട് തന്നെ പോട്ട് ചെയ്യണം. അതിൽ ഞാൻ മീഡിയം ഉപയോഗിക്കുന്ന കരിയാണ്. കരി കൊടുക്കാനുള്ള കാരണം കരിയിൽ പെട്ടെന്ന് നമുക്ക് ഫംഗസും കാര്യങ്ങളൊന്നും വരും. മോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 ദിവസമൊക്കെ അങ്ങനെ നനച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മോസിൽ നല്ല ഈർപ്പം നിൽക്കുന്ന സാധനമാണ്. കരിയിലും ഒട്ടും ഈർപ്പം നിൽക്കില്ല. അപ്പൊ ഇതിന് പെട്ടെന്ന് ഫംഗസ് ഒന്നും വരില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ കരി കൊടുക്കുന്നത്. ഇതിന് വളം അടിക്കുന്നത് ഓർഗാനിക് ഫലനോപ്സിസിന് അത്രക്ക് അങ്ങോട്ട് നല്ലതല്ല. പെട്ടെന്ന് ചിലപ്പോൾ ചീച്ചിലും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇംഗ്ലീഷ് വളമാണ് കൂടുതലായിട്ട് ഇതിന് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ ഓർക്കിഡ് ബൂം എന്ന് പറഞ്ഞിട്ടുള്ള വളം ഉണ്ട്. അതില് ഗ്രോത്തിന്, ഫ്ലവറിങ്ങിന്, അതിനൊക്കെ ഇതില്ല അങ്ങനത്തെ വളം. പിന്നെ ഇംഗ്ലീഷ് വളങ്ങളാണെങ്കിൽ 19 പിന്നെ പൊട്ടാസ്യം കൂടിയ വളങ്ങൾ പൂക്കാനൊക്കെ അതൊക്കെ ആണ് ഇവിടെ കൊടുക്കാറ്. ടുളുമിന പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കും. ഇതിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് വരും. പ്ലാന്റിന്റെ ഹൈറ്റ് ഒക്കെ എത്ര ഉള്ളു ഉണ്ടാവുക. എല്ലാം അതുപോലെ തന്നെയാണ്. എല്ലാം ഇങ്ങനെ മീഡിയം കരി തന്നെയാണ് പോട്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ടെൻഡ്രോബിയം ഫലനോപ്സിസ് ഈ രണ്ടെണ്ണം ഞാൻ പോട്ട് ചെയ്യണ കാണിച്ചല്ലോ. ഓർക്കിഡ് എല്ലാതും ഇതുപോലെ തന്നെയാണ് പോട്ട് ചെയ്യുക. മാറ്റങ്ങളൊന്നുമില്ല. വളം അടിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ. പിന്നെ വളം അടിക്കുകയാണെങ്കിൽ ലീഫിന്റെ അടിയിലേക്കാണ് കൊടുക്കേണ്ടത്. സ്പ്രേ ചെയ്യുമ്പോൾ വേരിലല്ല, ലീഫിന്റെ അടിയിലേക്കാണ് വളം കൊടുക്കേണ്ടത്. എല്ലാ ഓർക്കിഡിന്റെ കെയറിങ്ങും ഒരുപോലെ തന്നെയാണ്. പിന്നെ വൺസീഡിയത്തിന് കുറച്ച് നന മതി.
വളരെ കുറച്ച്. കൂടുതൽ നനയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേഗം ചീച്ചിലും അസുഖങ്ങളും വരും. ഇതും ഓർക്കിഡിലെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഒരുപാട് കളറുകളും ഒരുപാട് വെറൈറ്റികളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇത് എനിക്ക് കുറച്ചിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇത് ഇല പൊഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെമ്പുമ്മയാണ് ഇത് ബ്ലൂമിങ് ആവും. ഉണ്ടല്ലേ, ഇത് മൊത്തം വരും ഫ്ലവറുകൾ. ഇത് ടെൻഡ്രോബിയത്തിലെ ബീസിയസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഡോൺമേരി എന്ന് പറയുന്നതാണ്. ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് പ്ലാന്റുകൾ. എടുക്കണ ഈ പ്ലാന്റുകൾ കാണാൻ നമുക്ക് വളരെ ചെറുപ്പമാണ്. പക്ഷെ ഓർക്കിഡിൽ വരുന്ന ഓരോ വെറൈറ്റികളാണ് ഇതൊക്കെ. കലനോപ്സിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കണ്ടില്ല നിങ്ങള്, ഇതൊക്കെ ജംബോ പ്ലാന്റിൽ പെട്ട പ്ലാന്റുകളാണ്. സാധാരണ ഇങ്ങനത്തെ വെറൈറ്റികൾ ഇത് വരുമ്പോ നമുക്ക് ചെറിയൊരു ബ്ലൂമിങ് ആകുമ്പോൾ ഫസ്റ്റിലെ ബ്ലൂമിംഗ് ഒക്കെ ചെറുതായിരിക്കും. ഇതൊരു 3 കൊല്ലമൊക്കെ പഴക്കമാരി വരുന്ന ഫസ്റ്റിൽ വരുന്ന തന്നെ ഇതേപോലത്തെ സ്റ്റെമ്പായിട്ടാണ് ഇത് വരിക. അത് അതിന്റെ പ്രത്യേകതയാണ്. സിംബീഡി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഫ്ലവർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാലാവസ്ഥ നന്നായതുകൊണ്ടായിരിക്കും, ചൂട് നന്നായിട്ടുണ്ടായതുകൊണ്ടായിരിക്കും ഇത് ഫ്ലവർ ആയത്. ഇത് വാണ്ടകളിൽ വലിയ സൈസായിട്ട് വരുന്നതാണ്. പിന്നെ മിനിയേച്ചർ ഇതേപോലെ വരും. മിനിയേച്ചർ ഉണ്ട്. മിനിയേച്ചറിൽ 2-3 വാണ്ടകളൊക്കെ നന്നായിട്ട് വളരും. പക്ഷെ ഇത്രയും വലിയ ഇങ്ങനത്തെ വലിയ പ്ലാന്റില് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ 2 എണ്ണമൊക്കെ ആയിട്ട് വരുന്നത്. ചെറിയത് ഇങ്ങനെ പൊട്ടി ഉണ്ടാവും എന്നല്ലാതെ ഇതുപോലെ വലുത് 2 ഒരേ സൈസിലും 2ഉം ബ്ലൂമിങ് ആണ്. കണ്ടില്ലേ, ബ്ലൂമിങ് സ്റ്റേജാണ്. വൈഫിന് ഓർക്കിഡിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൃഷിഭവനിൽ നിന്നൊക്കെ അന്വേഷിച്ച് അതിന് വേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളും സബ്സിഡിയൊക്കെ ആയിട്ട് തന്ന് അങ്ങനെ തുടങ്ങിയതാണ്. വീട്ടിലായിരുന്നു, പട്ടിക്കാടാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ അവിടെ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓൺലൈനിലാണ് ഒരു 90% സെയിൽ നടക്കുന്നത്.